വാർത്തകളിൽ ആദ്യമായി എടുക്കേണ്ടത് പാലക്കാട് തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് കൊട്ടിക്കലാശമാണ്. പ്രചരണത്തിന് വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ട പ്രദർശനത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇരട്ട വോട്ടിൽ നടപടി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി ഇന്ന് കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. വൈകിട്ട് 4:30 മുതൽ 6:30 വരെ പാലക്കാട്ട് ഗതാഗത നിയന്ത്രണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് സമാപനമാകുന്ന പശ്ചാത്തലമാണ്. ജി ശ്രീജിത്ത് അവിടെ എത്രയും പെട്ടെന്ന് എത്തും. അവിടെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി. വ്യാജ വോട്ടിൽ ഇന്ന് കളക്ടറേറ്റ് മാർച്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജി ശ്രീജിത്ത് ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യാജ വോട്ടിൽ കളക്ടറേറ്റ് മാർച്ച് LDFന്റെ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട ആരോപണവും LDF ഉയർത്തിയ പശ്ചാത്തലമുണ്ട്. ഈ കൂടുമാറ്റം എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരും കോൺഗ്രസും ഒക്കെ പറഞ്ഞു വെച്ചത് കൂടുതൽ കൗൺസിലർമാർ അങ്ങോട്ടേക്ക് എത്തും. പാലക്കാട് നഗരസഭാ കൗൺസിലർമാരിൽ ചിലർ BJPയുടെ ഭാഗത്തു നിന്നുള്ളവർ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നലെ അതുണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്ന് എന്തൊക്കെ മാറ്റങ്ങൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകും എന്നതും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. കൊട്ടിക്കലാശം വൈകിട്ട് 4 മണി മുതലാണ് 6 മണി വരെ. പാലക്കാട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ 3 മുന്നണികളും ചേർന്ന് ആവേശഭരിതമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മഴയുടെ ഭീതിയുണ്ട്, പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുള്ള കൊട്ടിക്കലാശമാകും ഉണ്ടാവുക എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുതന്നെയാണ്. നമുക്ക് ശ്രീജിത്തിലേക്ക് പോകേണ്ടതുണ്ട് വളരെ പെട്ടെന്ന്. ശ്രീജിത്ത് അല്പസമയത്തിനകം ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് വല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു. ഒരുപാട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി നൽകാൻ സാധിച്ച ഒരു കാലം കൂടിയായിരുന്നു. വിവാദങ്ങളുടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നു ഇത്. 3 മുന്നണികളിലും വിവാദങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. സരിൻ കോൺഗ്രസിൽ നിന്ന് വിട്ട് CPM സ്ഥാനാർത്ഥിയായി തുടങ്ങിയ വിവാദങ്ങൾ. ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, നേരത്തെ പറഞ്ഞതുപോലെ സരിൻ മുതൽ ഏറ്റവും ഒടുവിൽ സന്ദീപ് വരെയുള്ള വിവാദങ്ങൾ എത്രത്തോളം തെരഞ്ഞെടുപ്പിനെ സജീവമാക്കിയെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീജിത്തിന് മനസ്സിലാകുന്ന പോലെ, നമ്മൾ നേരെ ചർച്ച ചെയ്തതുപോലെ സന്ദീപ് വാര്യർ എത്തി നിൽക്കുന്നു. ഇന്നും ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇന്നലെ BJPയുടെ കൗൺസിലർമാരൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത് ദിവാസ്വപ്നം മാത്രമാണ് എന്നാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ BJP കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നോ ഈ അവസാന നിമിഷങ്ങളിൽ? പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല രഞ്ജിത്ത്. അത്രത്തോളം രാഷ്ട്രീയ നീക്കങ്ങൾ തുടക്കം മുതൽ കണ്ട സ്ഥലമാണ് പാലക്കാട്. ഇന്നും അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ തന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് KC വേണുഗോപാൽ വന്നുകൊണ്ട് ഒരു മുതിർന്ന നേതാവിനെയും 9 കൗൺസിലർമാരെയും തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാൻ കോടികൾ ചെലവാക്കി എത്തുന്നു, പക്ഷെ അത് പരാജയപ്പെട്ടു എന്നാണ് കെ സുരേന്ദ്രൻ ഇന്നലെ ഏറ്റവും ഒടുവിൽ പറയുകയും ചെയ്തത്. അതായത് കോൺഗ്രസിന്റെ അത്തരം നീക്കങ്ങൾ ശക്തമാണ് എന്ന സൂചന കൂടിയാണ് BJP നൽകുന്നത്. അതിനിടെ പലതരത്തിൽ ഇതെല്ലാം അഭ്യൂഹങ്ങളായും പ്രചരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവിനെ BJP പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമുണ്ട് എന്നുള്ള അഭ്യൂഹമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അടൂർ പ്രകാശിന്റെ പേരൊക്കെയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇതിലെന്ത് സംഭവിക്കും, എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ അത്തരം നീക്കങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. നേരത്തെ ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് CPMലേക്ക് എത്തും എന്നുള്ള അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് പിന്നീട് CPM കടന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അടിക്ക് തിരിച്ചടി എന്ന നിലയിലാണ് പാലക്കാട് തുടക്കം മുതൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഓരോന്നായി വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും അവസാന മണിക്കൂറിൽ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോലും ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. അത്രത്തോളം തീവ്രമായ രാഷ്ട്രീയ പ്രചരണങ്ങളും കോലാഹലങ്ങളും വിവാദങ്ങളുമാണ് നടന്നിരിക്കുന്നത്. ഇന്ന് കൊട്ടിക്കലാശ ദിവസവും അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും രഞ്ജിത്ത്. അതാണ് സാഹചര്യം. ശ്രീജിത്ത്, നമുക്കറിയാം എത്ര വിവാദങ്ങളായിരുന്നു. സരിൻ പാർട്ടി മാറി കോൺഗ്രസിൽ നിന്ന് വിട്ട് CPMൽ എത്തിയ സമയം മുതൽ തുടങ്ങിയ രാഷ്ട്രീയ വിവാദങ്ങൾ. ഏറ്റവും ഒടുവിൽ രാത്രി റെയ്ഡുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങൾ, സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം, അങ്ങനെ എത്രത്തോളം വിവാദങ്ങൾ. അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ആവേശക്കാഴ്ചകൾ പാലക്കാട് കണ്ടു. കാരണം പാലക്കാട് ഈ 3 മുന്നണികൾക്കും ഒരുപോലെ പ്രധാനമാണ്. ഒരുപോലെ വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. BJP ഈ സന്ദീപിന്റെ കൂറുമാറ്റത്തോട് അല്പമൊന്ന് പമ്മിയെങ്കിലും പക്ഷെ അവർ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടു. അങ്ങനെ ഈ വിവാദകാലത്തെ എങ്ങനെ നമുക്കൊന്ന് വിലയിരുത്താം? അത് എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം.
വിവാദങ്ങളല്ല ഒരു വോട്ടറെയും സ്വാധീനിക്കുക എന്നാണ് ഈ വിവാദങ്ങൾ ഉണ്ടായ സമയത്തെല്ലാം ഓരോ മുന്നണിയും പ്രതികരിച്ചത്. കോൺഗ്രസും BJPയും CPMും എല്ലാം അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാ മുന്നണിയിലെയും അനുകൂലമായും പ്രതികൂലവുമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ സരിന്റെ മുന്നണി മാറ്റമായിരുന്നു ആദ്യത്തെ ഷോക്കായി കോൺഗ്രസിനൊരു അടിയായി നൽകിയിരുന്നത്. തൊട്ടു പിന്നാലെ AK ഷാനിബിന്റെ മാറ്റം, അങ്ങനെ പ്രാദേശികമായുള്ള നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ മാറ്റം, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഫലത്തിൽ എതിർക്കുകയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തെ എതിർക്കുന്നു. VK ശ്രീകണ്ഠനും ഒപ്പം തന്നെ A തങ്കപ്പൻ, DCC അധ്യക്ഷൻ A തങ്കപ്പൻ ഉൾപ്പെടെയുള്ളവർക്കും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള അതൃപ്തി ഉണ്ട് എന്ന തരത്തിലായിരുന്നു ആ ഘട്ടത്തിലുള്ള പ്രചരണങ്ങളും രീതികളും. അതിന് പിന്നാലെ DCCയുടെ കത്ത് വിവാദം പുറത്തു വന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചലനമായി മാറിയത്. അവിടെ K മുരളീധരന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. K മുരളീധരൻ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിന്ന് അടക്കമുള്ള കാര്യങ്ങൾ. ഉമ്മൻചാണ്ടി, ഇത് പറയാതെ പോകാൻ കഴിയില്ല, ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് രാഹുൽ എത്തിയപ്പോൾ അവിടെ ചാണ്ടിയുമൻ ഇല്ലാതിരുന്നത്. അങ്ങനെ ഗ്രൂപ്പ് രാഷ്ട്രീയം, കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം തിളച്ചു മറിഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ് ഇവിടെയുള്ളത്. പക്ഷെ അതെല്ലാം മറികടക്കാൻ ഈ പെട്ടി വിവാദത്തോടെ, പാതിരാ റെയ്ഡ് വിവാദത്തോടെ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ അടക്കമുള്ള വിലയിരുത്തൽ. അങ്ങനെ ആ വിവാദം വരെ നീണ്ടു നിൽക്കുന്നു. ഇതിനിടയ്ക്ക് സ്പിരിറ്റ് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ BJPയിലും തുടക്കം മുതൽ പല പ്രശ്നങ്ങളും, മൂത്താൻതറയിലെ പ്രശ്നങ്ങൾ, മറ്റു പലരും സ്ഥാനാർത്ഥിയായിരുന്നു, ശോഭാ സുരേന്ദ്രൻ വരാതിനെ തുടർന്നുള്ള പ്രചരണങ്ങൾ, ശോഭയുടെ ഫ്ലെക്സ് വെക്കുന്ന സാഹചര്യമൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയാണ് സന്ദീപ് വാര്യർ പതുക്കെ ന്യൂസ് 18 ആണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകളും അന്ന് പുറത്തുവിട്ടത്. സന്ദീപിന് BJP നേതൃത്വത്തിലുള്ള പിണക്കം, ഒടുവിൽ RSSന്റെ ഇടപെടൽ അടക്കം നടത്തിയിട്ടും സന്ദീപ് തിരിച്ചു വരാത്തത്, അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകിയിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ സന്ദീപിനെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കുന്ന രാഷ്ട്രീയ നീക്കം വരെ. രഞ്ജിത്ത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓരോ ദിവസവും വിവാദമായിരുന്നു. ഓരോ വിവാദത്തിനും 1-2 ദിവസത്തെ ആയുസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കോലാഹലമായതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളായിരിക്കില്ല ജനങ്ങളെ ബാധിക്കുക. അത് സാധാരണക്കാരെ ബാധിക്കുന്ന അവരുടെ ജീവിത പ്രശ്നങ്ങളായിരുന്നു. ഇവിടുത്തെ കാർഷിക മേഖലയുണ്ട്. ഈ നഗരസഭ അങ്ങോട്ട് വിട്ടാൽ കൃഷിക്കാരുടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇപ്പോഴും നെല്ലിന്റെ പണം കിട്ടാത്ത മനുഷ്യരുണ്ട്. നെല്ല് ഏറ്റെടുക്കാത്ത സാഹചര്യങ്ങൾ പലയിടത്തുമുണ്ട്. അങ്ങനെ അത്തരം വിഷയങ്ങൾ അടക്കം വളരെ പ്രധാനപ്പെട്ട ചർച്ചയാകുന്നു. ട്രാക്ടർ റാലിയിലൂടെ കോൺഗ്രസും BJPയും സംസ്ഥാന സർക്കാരിനെതിരെ പ്രചരണം നടത്തുന്നു. കോൺഗ്രസിന്റെ പ്രചരണം കേന്ദ്രത്തിനെതിരെ കൂടിയായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും വയനാടിന് എതിരെയുണ്ടായ അവഗണന എന്ന ആരോപണം CPMും ഒപ്പം തന്നെ കോൺഗ്രസും ഉന്നയിക്കുമ്പോൾ അതിനുമപ്പുറം തിരിച്ചടിയായി അത് സംസ്ഥാനം നൽകിയ രേഖകൾ, കൃത്യമായ രേഖകൾ നൽകാത്തതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJPയുടെ മറുപടി. ഇതിനുമപ്പുറം ഏറ്റവും ഒടുവിൽ വിട്ടുപോയ ഒന്ന് ഇരട്ട വോട്ട് വിവാദമാണ്. ആ ഇരട്ട വോട്ട് വിവാദത്തിൽ ഇന്നും പ്രതിഷേധമുണ്ട്. CPIMന്റെ കളക്ട്രേറ്റ് മാർച്ച് ഇന്ന് നടക്കുകയാണ്. ഇരട്ട വോട്ട് സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ അടക്കമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പുറത്ത് കോൺഗ്രസും BJPയും അതിനെ പ്രതിരോധിച്ചപ്പോൾ BJPയുടെ ജില്ലാ അധ്യക്ഷൻ അടക്കം ഇരട്ട വോട്ട് ഉണ്ട് എന്ന് പറയുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥൻ ഉണ്ട് എന്നുള്ള ആരോപണം VK ശ്രീകണ്ഠൻ ഉന്നയിച്ചെങ്കിലും തിരിച്ച് വെല്ലുവിളിയിലൂടെ അദ്ദേഹത്തിന് കോഴിക്കോടാണ് വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് BJP സ്ഥാനാർത്ഥി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇരട്ട വോട്ട് ഇല്ലാതാക്കാൻ, ഡിലീറ്റ് ചെയ്യാനുള്ള നടപടികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏറ്റവും ഒടുവിൽ ഇനി തെരഞ്ഞെടുപ്പ് ദിവസം അതായിരിക്കും ഒരു പ്രധാന കോലാഹലമായി മാറാൻ സാധ്യത. തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലെത്തുന്ന വോട്ടർമാരെ വോട്ട് ചെയ്യിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയുള്ള നിലപാടാണ് CPM ഉൾപ്പെടെ സ്വീകരിക്കുന്ന. അത്തരത്തിലുള്ള പ്രതിഷേധവും ഇന്ന് നടത്തുകയും ചെയ്യുന്നു. എന്തായാലും വാർത്തകളാൽ സമ്പന്നമായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ്. അത് ഇവിടെ അവസാനിക്കുമെന്നോ ഇന്നത്തെ ഈ മണിക്കൂറിൽ അവസാനിക്കുമെന്നോ നമുക്ക് കരുതാനും വയ്യ. രഞ്ജിത്ത്, അതായത് ശ്രീജിത്ത്, നമുക്കറിയാം ഈ 3 മുന്നണി സ്ഥാനാർത്ഥികളും ഒരേപോലെ അവരുടെ മേഖലകളിൽ മെച്ചപ്പെട്ടവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിൽ നിന്ന് അവിടെ വന്ന് മത്സരിച്ചു എന്ന് പറയുമ്പോഴും രാഹുൽ അവിടെ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. കൂടാതെ ഷാഫിയുടെ പിന്തുണ രാഹുലിനുണ്ട് എന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാം. നേതാക്കളെല്ലാവരും സതീഷിനടക്കം കൃത്യമായി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നയിച്ച പശ്ചാത്തലം രാഹുലുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ പ്രാദേശികമായി ഉണ്ടായിരുന്ന എതിർപ്പുകൾ ഒരു പരിധിവരെ അതിജീവിക്കാൻ ഒരുപക്ഷെ രാഹുലിന് സാധിച്ചിട്ടുണ്ട്.